ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു ഡെൻമ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഡെൻമ ലൈഫൊക്കെ എടുക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം. ദിയ നീച്ചു, ഞാൻ നീച്ചിട്ടില്ല. അങ്ങനെ ഞാൻ നീച്ച് വന്ന് പല്ല് തേച്ചു കുളിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കും. പിന്നെ പെച്ചും തീയും അക്കും കൂടിയിട്ട് എവിടെ പോവാണ് സാധനം മേടിക്കാൻ. അപ്പോൾ അവരിതാ പോവാണ് വണ്ടി എടുത്തിട്ട് അവർ പോവാണ്. ഞാൻ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ദിയ അതാ ടാറ്റയ്ക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ ഇന്ന് കടി നൂൽപുട്ടാണ്. അപ്പോൾ നൂൽപുട്ട് ഞാൻ 3 നൂൽപുട്ട് എടുത്തിട്ടുള്ളൂ. നൂൽപുട്ടും പിന്നെ എന്തായിരുന്നു പാലുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ നൂൽപുട്ട് തിന്നൊക്കെ ചെയ്യും. എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നൂൽപുട്ട് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ നൂൽപുട്ടൊക്കെ എടുത്ത് തിന്നാൻ പോവാണ് കേട്ടോ ഗൈസ്. എടുത്ത് നോക്കുമ്പോൾ പാല് മമ്മ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പം പാല് പിഴിഞ്ഞ് കഴിഞ്ഞിക്കണ്, ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഉപ്പ് എടുത്തെടുക്കാൻ പോവാണ് കേട്ടോ. ആ പ്ലേറ്റിൽ നിന്ന് നീക്കി വെച്ചിട്ട് ഉപ്പ് എടുത്തെടുക്കാം. അപ്പോൾ ഉപ്പ് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഉപ്പ് എടുക്കാൻ പറ്റണില്ല. അതാണ് ഞാൻ എങ്ങനെയൊക്കെ ലാസ്റ്റ് ഉപ്പ് എടുത്ത് കൊടുത്തു. കണ്ടോ, ഉപ്പ് ഞാൻ മമ്മക്ക് കൊടുത്തപ്പോൾ മമ്മ വേഗം മൂടി തുറന്നിട്ട് ഉപ്പെടുത്തിട്ട് ഉപ്പെടുത്തിട്ട് പാലിക്ക് ഇട്ടിട്ട് കലക്കിയിട്ട് ഒഴിച്ച് തന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒഴിച്ച് തരണം. എൻ്റെ കയ്യിൽ ഫോണായ കാരണം എനിക്ക് മമ്മാണ് പാല് ഒഴിച്ച് തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ അകത്താണ്, ടേബിൾ മേലാണ് ഞാൻ ഇരിക്കട്ടോ. അത് ഇപ്പോൾ ചായ കുടിക്കുമ്പോഴായാലും ചോറുമ്പോഴായാലും ഞാൻ അവിടെ തന്നെ ഇരിക്കുക ടേബിൾ മേ. ചില സമയത്ത് മുമ്പാകത്തിരിക്കും, ചില സമയത്ത് സോഫമ്മ ഇരിക്കും, ചില സമയത്ത് നിലത്തിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അമ്മച്ചിനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണിട്ടൊക്കെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഇപ്പോഴും അക്കും തീയും ആരും വന്നിട്ടില്ല. ഞാൻ നോക്കണം അവർ വരുന്നുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നൂൽപുട്ട് കറി കൂട്ടിയിട്ട് തിന്നാനാണ് ഇഷ്ടം, പാല് കൂട്ടിയിട്ട് തിന്നാനാണ് ഇഷ്ടം, അതോ പഞ്ചസാരയും പാലും കൂട്ടിയിട്ട് തിന്നാനാണ് ഇഷ്ടം? എനിക്ക് കറി കൂട്ടിയിട്ട് തിന്നാനാണ് ഇഷ്ടം. പക്ഷേ കറി ഇല്ലാത്തത് കാരണം പാല് കൂട്ടിയിട്ടാണ് ഞാൻ തിന്നത്. പഞ്ചസാര ഉണ്ടായത്, പഞ്ചസാര ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ എന്താ ഇപ്പോൾ കാട്ടുന്നത് വെച്ചാൽ ചായ എടുക്കരുത് കേട്ടോ. ചായ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തിന്നുകൊണ്ടിരിക്കണം. അക്കും ഇതിയും സാധനങ്ങൾ മേടിച്ചിട്ട് വരുന്നുണ്ടാവും തോന്നുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുമ്പോഴൊന്നും അവർ വന്നിട്ടില്ല കണ്ടോ. ഇപ്പോൾ ഉമ്മച്ചിനോട് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമുക്ക് ഇനി പാത്രം കഴുകി വെക്കാം. അക്കും തീപ്പച്ചും വരുമ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് ഞാൻ പറയണത് കേട്ടോ. ഇങ്ങനെ ഞാൻ അവർ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നീക്കണത്. അങ്ങനെ ഇനി നമുക്ക് പാത്രം കഴുകാനുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. പാത്രം കഴുകാൻ പോവാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞിടുന്നുള്ളത് അറിയില്ല. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എൻ്റെ പച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ച് പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പുകളൊക്കെ ഉണ്ടാവും ഇതിൽ. അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പാത്രവും കഴുകി
കഴിഞ്ഞ് അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ ഒന്നുകൂടി വായൊക്കെ കഴുകാൻ വന്നിക്കാണ് ബേസിനിൻ്റെ അവിടേക്ക്. പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ മുടി കെട്ടണം. ഞാൻ മുമ്പാരത്തേക്ക് പോയിട്ട് തുപ്പാൻ പോവാണ്. ഞാൻ മുമ്പാരത്തേക്ക് പോയിട്ട് പിന്നെ മുമ്പാരത്തേക്ക് പോയി പിന്നെ റൂമിലേക്ക് വന്ന് എന്നിട്ട് അവിടുന്ന് വെളിച്ചെണ്ണയും ചേർപ്പും അതൊക്കെ എടുത്ത് ഞാൻ മുമ്പാരത്തേക്ക് പോയി മുമ്പാരത്ത് നിന്ന് മുടി ചെടാർക്കും കേട്ടോ. അപ്പോഴാണ് അവർ വരാം. ഞാൻ ഫോണ് ഞാൻ സീറ്റുമ്പോൾ അവിടെ വെച്ചെന്നുണ്ട് വെച്ച അപ്പതാ അവർ വന്നു. അപ്പോൾ ഞാൻ അപ്പം അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക. അപ്പതാ അവർ വരുന്നത്. അപ്പോൾ വേഗം വീഡിയോ ഓഫ് ആക്കിയിട്ട് ബാക്ക് ക്യാമറ തിരിച്ചിട്ട് അവർ വരുന്നത് ഞാൻ കാണിച്ചത് കണ്ടാവും. ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. അങ്ങനെ അക്കു ഇറങ്ങാൻ നിൽക്കണം. അങ്ങനെ അക്കു ഇറങ്ങി, ഇപ്പച്ചി ദിയാക്ക് അരി പൊന്തോന്ന് നോക്കിയിട്ട് നിൽക്കണം. അപ്പം ദിയ ഒറ്റക്ക് അരി പൊന്നിച്ച് വന്നിട്ടോ. എന്നിട്ട് ഇപ്പച്ചി പറയുന്നുണ്ട്, എന്താണ് ഇന്ന് ബീഫാണ് നമ്മളെ വീട്ടിൽ, 1 കിലോ ബീഫ് മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റേ കവറിൽ നെയ്ച്ചോറിൻ്റെ അരിയും ബീഫ് മസാല, തക്കാളിയല്ല സവാള, മല്ലിച്ചപ്പും. ഇങ്ങനെ ഞാൻ മുടി ചിക്കറക്കുമ്പോൾ വെച്ച് ദിയെ അവിടെ വന്ന് നിന്നിട്ട് എത്തിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ പോയി ഞാൻ വേഗം തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്തിനാ മുടിയൊക്കെ ഇങ്ങനെ എണ്ണൊക്കെ തേക്കണമെന്ന് വെച്ചാലും പെച്ചിനെ കൊണ്ടാക്കാൻ പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുടിയൊക്കെ കെട്ടണത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ മനസ്സ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ അപ്പച്ചനെ വിളിക്കാനില്ല എന്ന് പറയും. അത് കാരണം ഞാൻ അതായത് ഇപ്പോൾ സമയം 9:44 സമയം. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓള് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ വരും, യൂട്യൂബിൽ വരും. അപ്പോൾ ഞാൻ ചോദിച്ചവളോട് ഏത് ഡാൻസാണ്ട്, ഏത് പാട്ടാണ്. അപ്പോൾ ഓള് മറന്നു തോന്നുന്നു, ഓൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഓള് മറന്നു തോന്നുന്നു കേട്ടോ. എന്തായാലും പിന്നെ ഇനി വരും അതിൽ. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് നിൽക്കായിരുന്നു. പിന്നെ പെട്ടി കെട്ടായിരുന്നു കേട്ടോ, ഉപ്പച്ചി പെട്ടി കെട്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ദിയ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടി കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് എന്താണ് അപ്പോൾ ഞാൻ പറയുന്നത്. അപ്പം നിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ കുളിച്ചു. ഞാൻ ഇപ്പോൾ പറയണത് എന്താ വെച്ചാൽ ഞാൻ പോകണില്ല, ഞാൻ ഛർദ്ദിക്കണ കാരണമാണ്. ഉള്ളിലേക്ക് തിന്നാലും ഞാൻ ഛർദ്ദിക്കും, അത് കാരണമാണ് ഞാൻ പോകാത്തത് കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കച്ചമ്പറുണ്ട് കേട്ടോ, കച്ചമ്പറുണ്ട്, തൈര് വെച്ചിട്ടുള്ള കച്ചമ്പറുണ്ട്. പിന്നെ എന്താണ് നെയ്ച്ചോറിൻ്റെ ചെമ്പ് ചൂടായ കാരണം ഉമ്മമ്മ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അത് അമ്മമ്മ വന്നു, ചെമ്പ് തുറന്നു, എന്താണ് നെയ്ച്ചോറ് കാണിച്ചു തന്നു കേട്ടോ. ബിരിയാണി എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. നെയ്ച്ചോറ് ഇതാ കാണിച്ചിരുന്നു, നല്ല ആവി പറക്കണ നെയ്ച്ചോറ്. അപ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ നമ്മൾ വിളമ്പില്ലേ, വിളമ്പാണ് നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഉമ്മമ്മ പാത്രം എടുക്കാൻ പോയതായിരുന്നു, കയ്യിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്രം കിട്ടി, അമ്മ ചോറ് ഇടണം. ചോറുണ്ടോ, ചോറ് നല്ല നൈസായിട്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ ചോറ് തിന്നണ വീഡിയോ എന്തേ ചോദിച്ചാൽ, ചോറ് തിന്നണ വീഡിയോ എടുക്കാൻ മറന്നു, അതാണ് സത്യം. മറന്നു എടുക്കാൻ സത്യമായിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ ഇറച്ചി എന്തായിരുന്നു ബീഫ് കറി മമ്മ വിളമ്പിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതി ഞങ്ങൾക്ക്, ഞങ്ങളെ ആകെ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പം പിന്നെ ഇനി
ഇപ്പോൾ വരുമ്പോൾ വല്ല ബ്രെഡ് എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇറച്ചിക്കറിൻ്റെ കൂടെ തന്നാലേ. അങ്ങനെ ഇനി ഇപ്പച്ചി പോണ വീഡിയോ ഇവർ ഇതിൽ ഇടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കച്ചമ്പർ നമ്മുടെ അവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ കച്ചമ്പർ വന്നു, ആദ്യം കച്ചമ്പർ, പിന്നെ കറി വന്നു, പിന്നെ പ്ലേറ്റ് വന്നു, പിന്നെ ചോറ് വന്നു. അപ്പം വെച്ചതെല്ലാവർക്കും ചോറിട്ട് കൊടുക്കണം. ചോറിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ, അതാണ്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ചോറ് കഴിച്ചിട്ട് വരാമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇവരിതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. തീ എന്താ പറയണത് വെച്ചാൽ ഓള് ലിഫ്റ്റിക്ക് ഇട്ടു. ഓളെ ലിഫ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഓള് കാണിച്ചു തരാം. ഷെയ്ഡല്ല, ഓള് ലിഫ്റ്റിക്ക് ഏതാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എന്താണ് എൻ്റെ ലിഫ്റ്റിക്ക് കഴിഞ്ഞു ഗായ്സ് എന്നൊക്കെ പറയണം. കണ്ടോ ഓള് ടാറ്റൊക്കെ തരുന്നുണ്ട്. ഞാൻ പിന്നെ എന്താ പറയണത് വെച്ചാൽ ഇവരൊക്കെ പോകുന്നുണ്ട് ഗായ്സ്, ഞാൻ മാത്രം പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് വെറുതെ കരയാം. അങ്ങനെ ഇവർക്ക് പോകാനുള്ള വണ്ടി വന്നു. ദിയ വേഗം ഓടുകയാണ്. പിന്നെ അവിടെ നിന്നു ഇപ്പച്ചി ഇതാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. എനിക്ക് കൈയൊക്കെ തന്നിപ്പിച്ച് എന്താ. പിന്നെ ദിയ ഇതാ വണ്ടിയിൽ കയറിയിട്ട് പോവാണ്. ഇവർ പോണത് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദപ്പച്ചി തിരിഞ്ഞ് ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇവരിപ്പോൾ പെട്രോള് അടിക്കാൻ നിർത്തിക്കണം കേട്ടോ. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിർത്തിക്കണം. ഇനി പെട്രോൾ അടിച്ചിട്ട് നേരെ പോവും. ഇങ്ങനെ പെട്രോൾ അടിച്ച് കഴിഞ്ഞു. ഇനി പോകുമ്പോൾ ഇത് നല്ല രസമുള്ളൊരു വയൽ പോലെ, വയൽ പോലത്തെ ഒരു കൃഷി പോലെ അതാണ്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല ഇവിടെ നല്ല കുറച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ദിയ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കടയിൽ നിന്ന് ഓള് മുട്ടായൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുട്ടായി ഓള് കാറിൽ ഇരുന്ന് തിന്നാണ്. അപ്പോൾ ഓളെന്താ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനത്തെ ഒരു റാ പോലത്തെ പാലാണ്. ദിയ പറയേണ്ട അവിടെയെന്ന്. അപ്പം അമ്മച്ചി ഇങ്ങോട്ട് തിരിച്ചു. ഇതാ നല്ല രസമുള്ളൊരു കാട് പോലത്തെ ഇങ്ങനെ മരങ്ങളും തെങ്ങ് അങ്ങനത്തെ ഒക്കെ കൂടിയിട്ട് റാ അങ്ങനെ പോലെ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ഒരു മല അങ്ങനത്തെ ഒക്കെ ഒരു പോലത്തെയാണ്. അപ്പോൾ ദിയത ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടുന്നു കേട്ടോ. അവള് അക്കുത ടാറ്റൊക്കെ തരുന്നുണ്ട്. ഇവരൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്, പോകുന്ന എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഇവർ എത്തിയിട്ടില്ല കേട്ടോ. വണ്ടി ഓടിക്കണത് ഞങ്ങളെ മാമാണ്. അപ്പോൾ ഇതാ എത്താനായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ എത്തും. ഈ വണ്ടീൻ്റെ പേരിക്കറിയില്ല. ഇതാ ഏതോ ഒരു പാലത്തിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട് വരും. അപ്പോൾ ഇതാ ഇനി കുറച്ചും കൂടി പോയാൽ എത്തും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ ചെറിയ കുന്നുകൾ പോലെ ഇങ്ങനെ വിട്ടിട്ടില്ല, ഇങ്ങനെ എല്ലാതും അടുപ്പിച്ചിട്ടുള്ളൊരു കുന്നുകൾ പോലത്തെ നല്ല പച്ച കളറായിട്ടുള്ളതൊക്കെ. പിന്നെ ദിയ സീറ്റിൽ നിന്ന് നീച്ചിട്ട് അങ്ങോട്ട് ചാരി എന്നിട്ട് ഇപ്പച്ചിനായിട്ട് ഓള് സംസാരിക്കണം. പിന്നെ ദിയ ഇത് നോക്കി കിടക്കുന്നത് എന്താ വെച്ചാൽ പാർക്കാണെന്നാണ് പറഞ്ഞത്. എന്താണെന്നൊക്കറിയില്ല. പാർക്കാണ്. ദിയ ഇങ്ങനെ നോക്കി കിടക്കുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പാർക്ക് കഴിയണില്ല, കുറേ ഇതെന്തോ കല്ല് വെച്ചിട്ടുണ്ടാക്കി എന്തോ ഒരു സാധനമാണ്. പിന്നെ ഇതവർ ചായ കുടിക്കാൻ കടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ, ചായ കുടിക്കാൻ. അപ്പോൾ ദിയ പറയുന്നുണ്ട് നമ്മൾ ചായ കുടിക്കാൻ വന്നിക്കണെന്ന്. ഓള് പല്ലുമ്മൽ ബബ്ലിക്ക് ഒട്ടിച്ചിട്ട് ഓള് പറയാ ഇതിൻ്റെ ക്ലിപ്പാണ് പറഞ്ഞിട്ട് നടക്കണം ഓള്. അപ്പോൾ വരുക കയറിട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ എല്ലാവരും കയറി പോവാണ്. ഈ പോണത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കണത്, ഉമ്മ. അപ്പോൾ ഇതാ എല്ലാവരും കയറി ഇരിക്കണം കേട്ടോ. ഇവരെ ചായയൊക്കെ വന്ന് കേട്ടോ. ചായയൊക്കെ വന്ന് പിന്നെ ഇതാ വെച്ച് പറയുന്നുണ്ട് 2 കോഴിമുട്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
കോഴിമുട്ട കോഴിമുട്ട വന്ന് പിന്നെ ദിയ പറഞ്ഞ് കാടമുട്ട വേണമെന്ന്. അങ്ങനെ കാടമുട്ടയും വന്ന്. കാടമുട്ട വന്ന വീഡിയോ എടുത്തിട്ടില്ല അമ്മച്ചി. പിന്നെ ഇവർ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് വന്നു. ദിയ അമ്മക്കും ആ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി കിട്ടും. ഇങ്ങനെ ദിയ മുട്ടായിയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓൾക്ക് ഇപ്പച്ചി മേടിച്ചെടുത്താണ് ആ കടയിൽ നിന്ന്. ഓൾക്കും അക്കുനും മേടിച്ചെടുത്തിട്ടുണ്ട്, രണ്ടാൾക്കും മേടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ എയർപോർട്ട് എത്താനായി എന്നല്ല, എത്തി. കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കുറച്ച് ബ്ലോക്ക് ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. ബ്ലോക്ക് ഉണ്ട്, കുറച്ച് ബ്ലോക്ക് ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ ഈ എയർപോർട്ട്. അങ്ങനെ പിന്നെ ഇതാ ബ്ലോക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നീങ്ങുമ്പോൾ ഇതാ വരും പോകുന്നുണ്ട്, വണ്ടി ഇങ്ങനെ നീക്കുന്നുണ്ട്. അങ്ങനെ ദിയ അക്കുവിൻ്റെ തുറക്കാൻ കിട്ടാണ്ട് ദിയ അക്കുവിനക്ക് തുറന്നു കൊടുക്കണം. അപ്പോൾ ദിയാൻ്റെ കൈ അതിൽ കുടുങ്ങി. അപ്പോൾ ദിയ എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടുന്നുണ്ട് കേട്ടോ. ദിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം അവിടെ എന്താണെന്നുള്ളതൊക്കെ. ഓളെന്താ പറയണമെന്ന് വെച്ചാൽ വിമാനം ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന്. പക്ഷേ വിമാനം ഇല്ല കേട്ടോ, അവിടെ വിമാനം വന്നിട്ടില്ല. അത് കാരണം കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് എയർപോർട്ട് എത്തി. അങ്ങനെ ഇനി അപ്പുറത്ത് കിടക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു കുന്നിൻ്റെ അങ്ങോട്ട് കൂടെ ഒക്കെ പോയിട്ടാണ് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ സ്ഥലത്ത് കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് കിടക്കണം. ഇവിടെ നിന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ എയർപോർട്ടിൻ്റെ ആദ്യം ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഗ്ലാസ് പോലെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പോയിട്ട് അപ്പുറത്തേക്ക് കടക്കണത് ഇതിലുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു. ഇനി അവരപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ അപ്പുറത്തേക്ക് കടന്നു. ഉപ്പച്ചിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി. അപ്പോൾ ഉപ്പച്ചി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉപ്പച്ചും മാമയും കൂടിയിട്ട് ട്രോളി എടുക്കാൻ പോയിക്കണം കേട്ടോ. ബാഗൊക്കെ ഉപ്പച്ചിൻ്റെ ബാഗും പെട്ടും വെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രോളി എടുക്കാൻ പോയിക്കാണ്. അങ്ങനെ എടുത്തിട്ട് വന്നു. ഇപ്പച്ചും അക്കും പൂവുണ്ട്, രണ്ടാളും അപ്പം പൂവാണ്. ദിയുണ്ട് അപ്പം. അങ്ങനെ നിൽക്കുന്നു ഇവരൊക്കെ. ഇപ്പച്ചിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് ഇപ്പച്ചിൻ്റെ കൂടെ. അപ്പോൾ ഇവർ രണ്ടൊക്കെ അതും സംസാരിക്കണം. ഇപ്പച്ചിൻ്റെ ഫ്രണ്ടും ഇപ്പച്ചും കൂടിയിട്ട് സംസാരിക്കണം കേട്ടോ. അങ്ങനെ ഇപ്പച്ചിൻ്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്തിട്ട് പോവാണ്. ഇപ്പോൾ ഉപ്പച്ചി പറയുന്നുണ്ട് വിളിക്കട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോവാണ്. ഇനി ദിയാക്ക് കുരുത്തക്കേട് ഒപ്പിക്കണം അവളെ നിന്നിട്ട്. അങ്ങനെ ദിയാനെ ഉപ്പച്ചി പിടിച്ച് വെച്ചു. എന്നിട്ട് ഉമ്മൊക്കെ കൊടുത്തു. അവളെ പറഞ്ഞു അക്കുനെ വിളിച്ചിട്ടാണെച്ചെങ്കിൽ വരിയില്ല കണ്ടോ. ദിയ പറഞ്ഞു ഞാൻ കരയും ഉപ്പച്ചി പോകുമ്പോൾ. എന്നിട്ട് കരഞ്ഞില്ല ഓള്, എന്താ പറയണം. അങ്ങനെ അക്കുനെ എടുത്തു. വലിയ ചെക്കനയച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉപ്പച്ചി. അങ്ങനെ ഉപ്പച്ചി ബോർഡിങ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അക്കും ദിയെ കണ്ട ഉപ്പച്ചിനെ തൊട്ട് നോക്കുന്നുണ്ട്. അക്കുവാണ് തൊട്ടിട്ട് ഓടിയത്. പക്ഷെ ഉപ്പച്ചി കണ്ടില്ല കേട്ടോ. അത് കാരണം ഉപ്പച്ചി കാണാത്ത കാരണമാണ് ഉപ്പച്ചി നോക്കാത്തത്. അങ്ങനെ ഉപ്പച്ചി തിരിഞ്ഞു പോയി. പോണു ഉപ്പച്ചി. ഉപ്പച്ചി പോയി. ഇവിടുന്ന് വെച്ചിട്ട് അക്കുനെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കുനെയും ദിയാനെയും കാണാനില്ല. ഇവിടെ വെച്ചിട്ട് അക്കുനെയും ദിയാനെയും കാണാണ്ടായി. അങ്ങനെ ഉപ്പച്ചി പോയിട്ടാണ് അവരെണ്ണലെയും കാണാണ്ടായത് കേട്ടോ. അങ്ങനെ തിരഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടി. എന്നിട്ട് അവർ ഉപ്പച്ചി കുറച്ച് നേരം അവിടെ ഇരിക്കണം. ഉപ്പച്ചിക്ക് 7 മണിക്കാണ് ഫ്ലൈറ്റ് വരാം. അപ്പോൾ വീട്ടിലേക്ക് വരണം. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കുറച്ച് ഇതൊക്കെ എടുക്കണം വെച്ചിട്ടോ. നല്ല രസമുണ്ട് ഇവിടുത്തെ മലകൾ അങ്ങനത്തെ ഒക്കെ കാണാൻ. അപ്പോൾ പോവാണ്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ടാറ്റ ബൈ ബൈ സീ യു. അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ വീഡിയോ ഇപ്പോൾ ചെയ്യും ഗൈസ്. അത് കാരണമാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത്. അത് കാരണം എന്നിട്ട് കണ്ടോ
കുറച്ച് മലകളുണ്ട്, കുറച്ച് വീടുകളുണ്ട്. ബൈ ബൈ.